ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ വേറൊരു കാര്യം നോക്കാം. നമുക്ക് ഹെയറിനെ കുറിച്ച് ചെറിയൊരു കാര്യം നോക്കാം. നമുക്ക് പല ആൾക്കാരിലും പല നീളത്തിലുള്ള ഹെയർസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ചില ആൾക്കാർക്ക് നല്ല നീളത്തിലുള്ള ഹെയർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഹെയർ അത്രയും നീളം വെക്കാത്തത് നമ്മൾ ചിന്തിക്കും. അപ്പം ഓരോരുത്തർക്കും ഓരോ ഹെയറിൻ്റെ വളർച്ച ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ മുടി എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈക്കിളിലൂടെയാണ് നമ്മുടെ മുടി വളരുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള സൈക്കിള് 3 ഫേസാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഒന്ന് വരുന്നത് അനാജൻ ഫേസാണ്. ഈ അനാജൻ ഫേസാണ് ഗ്രോയിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഒരു 3 to 7 ഇയേഴ്സാണ് ഈ ആവറേജ് കാലം എന്ന് പറയുന്നത്. 3 to 7 ഇയേഴ്സാണ്. പക്ഷേ ചില ആൾക്കാരിൽ ഇത് 7 ഇയേഴ്സിലും കുറവായിരിക്കും, ചില ആൾക്കാരിൽ ഇത് 7 ഇയേഴ്സിലും കൂടുതലായിരിക്കും. 10 ഇയേഴ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അനാജൻ ഫേസ് കൂടുതലുള്ള ആൾക്കാരിൽ ഹെയറിൻ്റെ നീളം നല്ല രീതിയിൽ കൂടുതലായിരിക്കും. ചില ആൾക്കാരിൽ ഇത് 7 ഇയേഴ്സിൽ കുറവായിരിക്കും. 7 ഇയേഴ്സ് ഒരു ആവറേജ് ആണ്. അത് കുറവുള്ളവരും ഉണ്ടാവും, കൂടുതലുള്ളവരും ഉണ്ടാവും. അപ്പം കുറവുള്ളവരിൽ ഹെയറിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പം മെയിനായിട്ടും ഈ ഒരു ഫേസിലൂടെ നമ്മുടെ കടന്നു പോകുന്ന ഹെയർസ് എന്ന് പറയുന്നത് 85 to 90% ഹെയർസും ഈ ഒരു അനാജൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഹെയർസ് ഡിഫറെൻറ്റ് ഫേസിലൂടെയാണ് ഓരോ സമയം കടന്നു പോകുന്നത്. സെയിം ഫേസിലൂടെ അല്ല എല്ലാ ഹെയർസും കടന്നു പോകുന്നത്. ഡിഫറെൻറ്റ് ഹെയർസിന് ഡിഫറെൻറ്റ് ഫേസാണ് ഉള്ളത്. അപ്പോൾ അനാജൻ ഫേസ് എന്ന് പറയുന്നത് 10 to 10 ഇയേഴ്സൊക്കെ വരാറുണ്ട്. അവരിൽ നല്ല നീളത്തിലുള്ള മുടിയായിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ടീലോജൻ ഫേസാണ്. ഇതൊരു റെസ്റ്റിംഗ് ഫേസാണ്. 10 to 15% ഹെയർസൊക്കെയാണ് ഈ ഒരു ഫേസിൽ കാണുന്നത്. ഇതൊരു റെസ്റ്റിംഗ് ഫേസാണ്. ഗ്രോത്തൊക്കെ കഴിഞ്ഞു, അതങ്ങനെ റെസ്റ്റിംഗ് ചെയ്യുന്നൊരു സമയം. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഫേസാണ് കാറ്റാജൻ ഫേസ് എന്ന് പറയുന്നത്. ആകെ 1% ഹെയർസൊക്കെയാണ് ഒരേ സമയത്ത് നമ്മുടെ കാറ്റാജൻ ഫേസിൽ കാണുന്നത്. ഈ കാറ്റാജൻ ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹെയർസ് ഡൈ ആയിട്ട് കൊഴിഞ്ഞു പോകാനുള്ളൊരു സമയമാണ് ഈ കാറ്റാജൻ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആകെ 2 to 3 വീക്സൊക്കെയാണ് കാറ്റാജൻ ഫേസിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കാറ്റാജൻ ഫേസ് തുടങ്ങി അവസാനിക്കുന്ന കാലാവധിയാണ് 2 to 3 വീക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓൺലി 1% ഹെയർസാണ് ഈ കാറ്റാജൻ ഫേസിൽ അറ്റ് എ ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊഴിഞ്ഞു പോകുന്ന ഹെയർസും വളരെ കുറവാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് മുടി കൊഴിഞ്ഞു പോകുന്നത്. 1% ഹെയർസൊക്കെയാണ് കൊഴിയുന്നത്. പെർ ഡേ 50 to 200 ഹെയർസൊക്കെയാണ് കൊഴിഞ്ഞു പോവുക. അപ്പോൾ ചില ആൾക്കാരിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ കഴിഞ്ഞിട്ട്, ഒന്നെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ചില ആൾക്കാരിൽ നല്ല രീതിയിൽ മുടി കൊഴിയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ അനാജൻ ഫേസ് കുറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഹെയർ ടീലോജൻ ഫേസിലോട്ട് കയറും. അങ്ങനെയാണ് നമ്മൾ ഡെലിവറിയൊക്കെ കഴിയുമ്പം കുറച്ച് കാലം കഴിയുമ്പം കുറച്ച് മാസം കഴിയുമ്പം നല്ലോണം മുടി കൊഴിച്ചിട്ട് നല്ല രീതിയിൽ കൂടുന്നത്. ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ അനാജൻ ഫേസിൽ നിന്ന് മുടി പെട്ടെന്ന് ടീലോജൻ ഫേസിലോട്ട് കയറുന്ന ആ ഒരു കണ്ടീഷനാണ് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത്. ഇതൊരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു ടോക്ക്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.